ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഹ്യൂമാക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു ചാപ്റ്റർ, 2 ക്വസ്റ്റ്യൻ, ഷുവർ ആൻസർ, ഷുവർ മാർക്ക് എന്ന മോട്ടോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ക്യാമ്പയിനിങ്ങിന്റെ മറ്റൊരു സെക്ഷനാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. +1 ഹ്യൂമാനിറ്റീസിൽ ഹിസ്റ്ററിയിലെ 4ാം ചാപ്റ്റർ ആയിട്ടുള്ള മധ്യകാലഘട്ടത്തിലെ സാംസ്കാരിക മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുള്ളത്. ഒന്ന് ഇസ്ലാമിന്റെ ആവിർഭാവമാണ്, മറ്റൊന്ന് അബ്ബാസിഡ് വിപ്ലവമാണ്. പിന്നീട് ഓപ്ഷൻ ആയിട്ട് പറയാൻ പറ്റുന്ന ഒന്ന് കുരിശ് യുദ്ധമാണ്. കുരിശ് യുദ്ധം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, പക്ഷെ ചില സമയങ്ങളിൽ കുരിശ് യുദ്ധം വരാറുണ്ട്. ഓക്കെ, ഇനി ഇസ്ലാമിന്റെ ആവിർഭാവത്തെ കുറിച്ച് പറയുമ്പോൾ 6ാം നൂറ്റാണ്ട് വരെ കാട്ടാള വർഗമായിട്ട് ജീവിച്ചിരുന്ന ഒരു സമൂഹം. നമ്മൾ ഇന്ന് കാണുന്ന അറബികളൊന്നുമല്ല. വ്യത്യസ്ത കബീലകളായി തിരിഞ്ഞ് ആടിനെ മേച്ച് ജീവിച്ചിരുന്ന, ഉപജീവന മാർഗം നയിച്ചിരുന്ന ഒരു വിഭാഗം. ഒരു കബീലയിൽ നിന്നുള്ള അല്ലെങ്കിൽ ഗോത്രത്തിൽപ്പെട്ട ഒരു ഒട്ടകം മറ്റൊരു ഗോത്രത്തിലെ പുല്ല് കഴിച്ചതിന് 25 വർഷത്തോളം യുദ്ധം ചെയ്ത പാരമ്പര്യമുള്ള അറബികൾ, വാർ ആൻഡ് വുമൺ ആൻഡ് വൈൻ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച അറബികൾ. ഈ അറബികളായിരുന്നു ഖുറാസാനിന്റെയും അതുപോലെ തന്നെ സിറിയയുടെയും സസാസിയൻസിന്റെയും പല ഭാഗങ്ങളിലായിട്ട് ജീവിച്ച് മുൻപോട്ട് പോയിരുന്നത്. എന്നാൽ പിന്നീട് ഇവർക്ക് വന്ന മാറ്റം എന്ന് പറയുന്നത് അത് വളരെ വിപ്ലവകരമായ മാറ്റമായിരുന്നു. ഏകദേശം 612 ആകുമ്പോഴേക്കും ഒരു പ്രവാചകൻ അവരിലേക്ക് വരികയും അദ്ദേഹത്തിന് ദൈവവിളി ലഭിക്കുകയും ചെയ്യുന്നു. ആ പ്രവാചകന്റെ പേര് മുഹമ്മദ് നബി എന്നാണ്. ദരിദ്രനായി ജനിച്ച്, ദരിദ്രനായി ജീവിച്ച്, ദരിദ്രനായി തന്നെ വഫാത്തായി പോയ മുഹമ്മദ് നബി. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരാളായിട്ടാണ് ജീവിതം തുടങ്ങുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് മെല്ലെ മെല്ലെ ജനമനസ്സുകളിലേക്ക്, ഇല്ലെങ്കിൽ ഒരു സംസ്കാരത്തിന്റെ അമരക്കാരനിലേക്ക്, ഇല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഏറ്റവും മുൻപന്തിയിലേക്കുള്ള യാത്ര വളരെ കഠിനവും അതുപോലെ തന്നെ ഏതൊരാൾക്കും ഒറ്റയടിക്ക് ഇൻസ്പിറേഷൻ ആവുന്ന രീതിയിലുള്ള മാറ്റവുമായിരുന്നു അദ്ദേഹം ലോകത്ത് കൊണ്ടുവന്നെന്ന് പറയേണ്ടതായിട്ട് വരും. എന്താണ് ഇസ്ലാം മതം ഇത്രത്തോളം ചർച്ച ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മതത്തിൽ മാത്രം ഊന്നി നിൽക്കാതെ രാഷ്ട്രീയത്തിലും സാമ്പത്തികത്തിലും സംസ്കാരത്തിലും എല്ലാത്തിലും ഇസ്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാം ഇത്രത്തോളം ചർച്ച ചെയ്യുന്നതും ഇത്രത്തോളം ഈ മതം വ്യാപിച്ചു കിടക്കാനും കാരണമായി മാറിയതെന്ന് പറയേണ്ടതായിട്ട് വരും. ഓക്കെ, എന്തായാലും പ്രവാചകൻ ഈ പറയുന്ന ഏറ്റവും മോശപ്പെട്ട ഈ വിഭാഗത്തെ ഏറ്റവും നല്ല ഉത്ഭുതരായ ജനങ്ങളാക്കി മാറ്റുന്ന അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ വളരെ ദുസ്സഹമായിരുന്നു പറയുന്ന ഒരുപാട് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു മികവാണേ, ചെറുവാതിൽ ചെറുതടിയാണേ, നബി തങ്ങളെ പൂങ്കുടിലാണേ. വളരെ ദരിദ്രനായി ജീവിച്ചിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ വേർതിരിവില്ലാതെ, അതുപോലെ തന്നെ ഏതു രീതിയിലും പെണ്ണെന്ന് കേട്ടാൽ തന്നെ കുടിച്ചു മൂടുന്ന ഒരു വിഭാഗത്തിൽ നിന്നും സ്ത്രീകൾക്ക് വേണ്ട അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാടിയ നേതാവായിട്ടൊക്കെയാണ് അക്കാലത്ത് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇങ്ങനെ ഒരു വിപ്ലവകരമായ മാറ്റത്തിലേക്ക് ലോകത്തെ, പ്രത്യേകിച്ചും ഒരു മതത്തെ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച അദ്ദേഹം, പക്ഷെ സ്വന്തം നാട്ടിൽ പ്രബോധനത്തിൽ അദ്ദേഹത്തിന് വലിയ തടസ്സം നേരിടുന്നു. അദ്ദേഹത്തിന്റെ തന്നെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിനെ വധിക്കാനും ഒക്കെ ഒരുമ്പിടുന്ന ഒരു സമയമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൽ അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. ഇതൊരു വലിയ ചരിത്രമായിരുന്നു. ഇതാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഈ ഒരു പലായനത്തിനെ ആശ്രയിച്ചാണ് ഹിജ്റ കലണ്ടർ ഇറങ്ങിയിരിക്കുന്നത്. ഹിജ്റ കലണ്ടർ പ്രകാരമാണ് ഇന്ന് ഇസ്ലാമിക ലോകത്തുള്ള
പല കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഇങ്ങനെ അദ്ദേഹം മദീനയിലേക്ക് പോവുകയും അവിടെ വെച്ച് പിന്നീട് പ്രബോധനം നടത്തുകയും അങ്ങനെ അദ്ദേഹം പിന്നീട് അവിടെ ഒരു മതത്തിനൊപ്പം തന്നെ ഒരു രാഷ്ട്രം കൂടെ കെട്ടിപ്പടുക്കുന്നു, ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടെ കെട്ടിപ്പടുക്കുന്നു. മെല്ലെ മെല്ലെ അതൊരു വളർന്നു പന്തലിച്ച് അവസാന സമയമാകുമ്പോഴേക്കും, പ്രവാചകന്റെ അവസാന സമയമാകുമ്പോഴേക്കും ഫതഹ് മക്ക അഥവാ മക്ക, അദ്ദേഹത്തിന്റെ ജന്മനാട് പോലും അദ്ദേഹത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരുന്ന അവസ്ഥ വരുന്നു. അങ്ങനെ അവസാനം ഏകദേശം CE 632 അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നു. ഇതാണ് പ്രവാചകനെയും ഇസ്ലാമിനെയും കുറിച്ച് പറയാനുള്ള അത്യധികമായിട്ടുള്ള ആമുഖം. ഇനി പറയാനുള്ളത് ശേഷമുള്ള ഭരണക്രമങ്ങളാണ്. അതിനുശേഷം 4 ഖലീഫമാർ ഭരണം നടത്തുന്നു. അബൂബക്കർ, അതുപോലെ തന്നെ ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 4 ഖലീഫമാർ ഭരണം നടത്തുന്നു. അതിനുശേഷം പിന്നീട് ഉമവിയ ഭരണം വരുന്നു. ഉമവിയ ഭരണത്തിന് ശേഷം അബ്ബാസിദ് ഭരണമാണ് വരുന്നത്. ഈ അബ്ബാസിദ് ഭരണമാണ് ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു ഭാഗമാണ് അബ്ബാസിദ് വിപ്ലവം എന്ന് പറയുന്നത്. അബ്ബാസിദ് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം CE 743 ഖലീഫ ഹിഷാമിന്റെ മരണശേഷം ഉമയ്യദ് ഭരണകൂടം ശിഥിലമാകാൻ തുടങ്ങുന്നു മെല്ലെ മെല്ലെ. ഈ സമയത്ത് മുസ്ലിം സമുദായത്തിലെ മറ്റൊരു സംഘടനയായിട്ടുള്ള വിഭാഗം മുൻപോട്ട് വരുന്നു. അവരായിരുന്നു അബ്ബാസിദുകൾ എന്ന് പറയുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ അമ്മാവനായിരുന്ന അബ്ബാസ് എന്നവരുടെ വംശപരമ്പരയായിട്ടാണ് അബ്ബാസിദുകളെ പറയപ്പെടുന്നത്. ഖുറാസാനിൽ അഥവാ കിഴക്കൻ ഇറാൻ അബ്ബാസ് കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. അക്കാലത്ത് ഖുറാസാൻ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ ഒരു കലവറയായിട്ടാണ് പറയപ്പെടുന്നത്. ഇതിനിടയിൽ ഈ ഒരു അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് തങ്ങളുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് അബു മുസ്ലിം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു സൈന്യത്തെ തയ്യാറാക്കുന്നു. ആ അഥവാ ഇവരിലേക്ക് ജനങ്ങൾ അടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളെ നിരന്തരം ഉത്ബുദ്ധരാക്കുന്നു, ഉമവിയ ഭരണത്തിന് പ്രതികൂലമായി പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഉമവിയ ഭരണകൂടത്തിന് ശിഥിലമാക്കാൻ വേണ്ടി സൈന്യത്തെ തയ്യാറാക്കുന്നുണ്ട് അബു മുസ്ലിം തയ്യാറാക്കിക്കൊണ്ട് നേരെ ഉമയ്യ ഭരണത്തിനെ അടിച്ചൊതുക്കുന്നു, നിലംപരിശാക്കിയിട്ട് ഭരണം ഏറ്റെടുക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഇത് ഏകദേശം 750 ഈ 750 ഈ ഒരു യുദ്ധത്തിനെ ദഅവ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഭരണത്തിന് വന്ന ഒരുപാട് മാറ്റങ്ങൾ അറബ് ലോകത്തുണ്ടായിട്ടുണ്ട്. ഒന്ന്, ബഗ്ദാദിലേക്ക് ഇവരുടെ തലസ്ഥാനം മാറ്റി എന്നുള്ളതാണ്. അഥവാ അബ്ബാസിദികളുടെ തലസ്ഥാനം ബഗ്ദാദിലേക്ക് മാറ്റി. എന്നാൽ വാസ്തുവിദ്യയിലൊന്നും മാറ്റങ്ങളൊന്നും കൊണ്ടുവന്നില്ല. മാത്രമല്ല സുശക്തമായിട്ടുള്ള നല്ലൊരു സൈന്യത്തെ കൊണ്ടുവന്നു. സൈന്യത്തിന് വേണ്ട രീതിയിലുള്ള പോഷകാഹാരങ്ങൾ കൊടുത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സൈന്യത്തിനെ കൊണ്ടുവന്ന് ആ സൈന്യത്തിന് വേണ്ട പരിശീലനം നൽകുന്നു. നല്ല സ്വന്തം രാജ്യത്ത് സംരക്ഷിക്കാൻ പറ്റുന്ന എല്ലാവിധ കോപ്പുകളും സൈന്യങ്ങൾക്ക് നൽകിക്കൊണ്ട് സൈന്യത്തെ സുശക്തമാക്കുന്നത് കാണുന്നുണ്ട്. മാത്രമല്ല പ്രഗത്ഭരായിട്ടുള്ള ഭരണാധികാരികൾ അബ്ബാസ് ഭരണകാലത്ത് ഉണ്ടായിരുന്നു പറയുന്നത്. അബ്ബാസിദ് ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരിയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. നമ്മളെല്ലാവരും ഉമർ ബിൻ അബ്ദുൽ അസീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? അങ്ങാര് എന്നറിവില്ലേ, അങ്ങീ നാട്ടിലെ രാജാവല്ലേ, അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ. ആ പാട്ടിൽ പറയുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് ഉണ്ടല്ലോ, അത് അബ്ബാസിദ് കാലഘട്ടത്തിൽ ജീവിച്ച, ആ കാലഘട്ടത്തിൽ ഭരണം നടത്തിയ രാജാവായിരുന്നു. ഇങ്ങനെ വളരെ പ്രഗത്ഭരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ ഭരിച്ച ഒരു കാലഘട്ടം കൂടിയാണ് അബ്ബാസിദ് കാലഘട്ടം എന്ന് പറയുന്നത്. ഇതും ഈ അധ്യായത്തിൽ ചോദ്യമായിട്ട് വരാറുണ്ട്. വേണമെങ്കിൽ സബ്ബായിട്ട് കുരിശ് യുദ്ധം കൂടെ പഠിക്കുന്നതിൽ കുഴപ്പമില്ല എന്നും കൂടി സമയത്ത് അറിയിക്കുകയാണ്. അപ്പോൾ പ്രധാനപ്പെട്ടത് പ്രവാചകനും ഇസ്ലാമിന്റെ ആവിർഭാവവും, മറ്റൊന്ന് അബ്ബാസിദ് വിപ്ലവം. ഈ 2 കാര്യം മറക്കാൻ പാടില്ല. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാൻ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് റിപ്ലൈ നൽകിക്കൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്ക് നോട്ട് വേണമെങ്കിൽ പറയണം. നമുക്ക് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എക്സാമിനെ നേരിടാം, ഒന്നിച്ച് മുന്നേറാം. ഓക്കെ, മറ്റൊരു സെക്ഷനുമായി വീണ്ടും വരാം. താങ്ക് യു.